ഇന്ന് പാഠം പഠിക്കുവാനും ചിന്തിക്കുവാനുമായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രൂത്തും എസ്തറും എന്ന പാഠമായിരുന്നു പഠിച്ചത്. ഈ ആഴ്ച നമ്മൾ പാഠം 12 മുൻഗാമികൾ എന്നുള്ള വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. പഠനത്തിനായുള്ള വേദഭാഗങ്ങൾ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 45 വരെയുള്ളതായ വേദഭാഗങ്ങൾ, 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12, അതുപോലെ 17, 18 ഭാഗങ്ങൾ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ളതായ വേദവാക്യങ്ങൾ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ളതായ വേദവാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തികൾ 12-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ളതായ വേദവാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നിന്നാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപ്പാഠവാക്യം: ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. 2 തീമോത്തിയോസ് 1-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് കണ്ണിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമം നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ കരങ്ങളാൽ അടിയങ്ങളെ താങ്ങി നടത്തിയ ആ വലിയ ദയക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ വചനം പഠിക്കുവാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളുടെ മേൽ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പഠിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കളുടെ മേലും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തിയെ അവിടുന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നതായ സകല മർമ്മങ്ങളെയും ഗ്രഹിക്കുവാൻ, അതിനുവണ്ണം ജീവിതത്തെ ക്രമീകരിക്കുവാൻ, അനേകായിരങ്ങളെ അങ്ങയിലേക്ക് ആനയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണം. അടിയങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് യേശു മൂലം ഉത്തരമൽമാറാകണമേ. ആമേൻ. ഈ ആഴ്ചയിൽ നാം പഠിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിലൂടെ അന്ത്യകാല സംഭവങ്ങൾക്ക് മുന്നോടിയായി നടന്നിട്ടുള്ളതായ സൂചന കഥകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ആദ്യമായി വെളിപ്പാട് പുസ്തകം 13 അത് നാം പരിശോധിക്കുമ്പോൾ അത് നമുക്ക് ശരിയായ വണ്ണം വീക്ഷിക്കുമ്പോൾ അത് ശദ്രക്, മേശക്, അബേദ്നെഗോ കടന്നുപോയതായ അതേ കഷ്ടപ്പാട് നാമും അനുഭവിക്കുമെന്ന് നാമും കടന്നു പോകേണ്ടതുണ്ട് എന്ന് അത് വെളിവാക്കുന്നു. പിന്നീട് നാം പുതിയ നിയമ പുസ്തകത്തിലേക്ക് കടന്നു വരും. അവിടെ ക്രൈസ്തവരുടെ അനുഭവങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളു മുതൽ ഈ അന്ത്യകാലം വരെ ഉള്ളതായ ആ സമയത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തൊക്കെ നമുക്ക് നേരിടേണ്ടി വരുമെന്ന് കാണുവാൻ തക്കവണ്ണം, മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം അത് നമ്മെ സഹായിക്കേണ്ടതാണ്. ഈ 2 ഉദാഹരണങ്ങളിലൂടെ അത് നാം പഠിക്കുമ്പോൾ അത് നമുക്ക് ധൈര്യം പകരുകയും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു മനസ്സ് നമുക്ക് നൽകുകയും ചെയ്യും. അങ്ങനെയുള്ളതായ കഷ്ടപ്പാടുകളിൽ നമുക്ക് മനസമാധാനം നൽകുവാനുള്ളതായ ഒരു താക്കോലായി ഈ ഒരു സംഭവങ്ങൾ നിലകൊള്ളുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ,
എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ എന്നുള്ളതായ ആഹ്വാനങ്ങൾ നമുക്ക് ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് നാം കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ളതായ ആ വാഗ്ദത്തമാണ്. കാരണം ദൈവത്തോട് കൂടുതലായ വിശ്വസ്തയോടുകൂടെ ജീവിക്കുന്നവർ, സത്യത്തിൽ നിലനിൽക്കണമെന്ന് ഇച്ഛിക്കുന്നവർക്ക് അന്ത്യകാലത്ത് അനേക കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടതായി വരും. ആയതുകൊണ്ടാണ് മുൻകാലത്ത് എഴുതിയിരിക്കുന്ന തിരുവചനങ്ങളൊക്കെയും നമുക്ക് സമാധാനത്തിനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നത്. മുൻകാല സംഭവങ്ങളൊക്കെ നമുക്ക് അന്ത്യകാല സംഭവങ്ങൾ നാം നേരിടുമ്പോൾ പ്രത്യാശ നമുക്ക് നൽകുന്നതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം ഒരു നാളും തൻ്റെ മക്കളെ കൈവിടുകയില്ല. തന്നിൽ ആശ്രയിക്കുന്ന ഒരു പൈതലിനും കുറവ് സംഭവിക്കില്ല എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ശനിയാഴ്ചത്തെ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ദാനിയേൽ പ്രവചനം 2 പ്രവചനത്തിലേക്കുള്ളതായ ചരിത്രപരമായ സമീപനവും. തിരുവെഴുത്തുകളിലെ ശക്തമായ പ്രവചനങ്ങളിൽ ഒന്നാണ് ദാനിയേൽ പ്രവചനം 2. ക്രിസ്തുവിന് മുമ്പ് 500 വർഷം മുമ്പ് പ്രവാചകനാൽ എഴുതപ്പെട്ടതായ ഈ പുസ്തകം ലോക സാമ്രാജ്യത്തിൻ്റെ ഉത്ഭവം മുതൽ അവസാനം വരെയുള്ളതായ കാര്യങ്ങൾ വരെ ആ ഒരു പ്രവചനത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ബാബിലോൺ സാമ്രാജ്യം മുതൽ ബദോ പേർഷ്യ, അതുപോലെ യവനായ സാമ്രാജ്യം, റോമ സാമ്രാജ്യം, അതുപോലെ ലോകത്തിൻ്റെ അവസാനം വരെ ആ ഒരൊറ്റ പ്രവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് റോമ സാമ്രാജ്യത്തിൻ്റെ 10 പിരിവുകൾ, ഇന്ന് യൂറോപ്യൻ രാജ്യത്ത് നിലനിൽക്കുന്നതായ ആ 10 പിരിവുകൾ, അതിനെക്കുറിച്ചുള്ള പ്രവചനം ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 43-ാം വാക്യം വായിക്കുമ്പോൾ, ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ, അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ദൈവത്തിൻ്റെ വചനം വളരെ പ്രത്യേകമായി, ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി എടുത്തു പറയുന്നതായ ഒരു കാര്യമാണ്. റോം 10 പിരിഞ്ഞു. അങ്ങനെ ആ 10 പിരിഞ്ഞതായ രാജ്യത്ത് അതിനെ ഒന്നിച്ച് ചേർക്കുവാൻ തക്കവണ്ണം പലരും തുനിഞ്ഞതായിട്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിൾ പറയുന്ന അവർ മനുഷ്യ ബീജത്താൽ തങ്ങളിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ചരിത്രം പഠിക്കുകയാണെങ്കിൽ യൂറോപ്പിലുള്ള രാജാക്കന്മാർ ഈ പിരിഞ്ഞു പോയതായ അല്ലെങ്കിൽ ഛിന്ന ഭിന്നമായി തീർന്നതായ ഈ രാജ്യങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുവാൻ തക്കവണ്ണം അവർ പരസ്പരം വിവാഹത്തിലേർപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു രാജ്യത്തെ രാജാവും അയലത്തെ രാജ്യത്തിലെ രാജ്ഞിയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ അവർ സമാധാനത്തോടെ നിലനിൽക്കുവാൻ അല്ലെങ്കിൽ രാജ്യങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുവാൻ ശ്രമിച്ചതായിട്ട് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണമായി ബ്രിട്ടീഷ് ഏകാധിപത്യത്തെ ഹൗസ് ഓഫ് വിൻസർ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു നല്ല ഇംഗ്ലീഷ് പേരാണ്.
എങ്ങനെയായാലും ആ പേര് 1914 ശേഷമാണ് ഈ പേര് ഉയർന്നു വന്നത്. അതിനു മുൻപ് ആ കുടുംബം സാക്സെ കൊബർഗ് ഗോദ, പ്രത്യേകമായ ജർമ്മൻ പേര് കാരണം പല ബ്രിട്ടീഷ് സ്ഥാനപതികളും മനുഷ്യ ബീജത്താൽ ഇടകലർന്നവരാണ്. ജർമ്മൻകാരുമായി രക്തബന്ധമുള്ളവരായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാൽ തന്നെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ തക്കവണ്ണം അത് പര്യാപ്തമായിരുന്നില്ല. അവരെ ശത്രുക്കളിൽ നിന്ന് അവർക്ക് വേറിട്ട ഒരു സ്ഥാനം ഉദ്ദേശിച്ചത് കൊണ്ടാണ് പിൽക്കാലത്ത് ഹൗസ് ഓഫ് വിൻസർ എന്ന പേര് അവർ മാറ്റി തിരുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ യൂറോപ്പിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു കൊട്ടാരത്തിന് ഫ്രണ്ടിൽ രാജാക്കന്മാരുടെ പരിശുദ്ധമായ രാജാക്കന്മാരുടെ ഒരു തലമുറകളെ കുറിച്ചുള്ളതായ ഒരു ലിസ്റ്റ് അവിടെ രേഖപ്പെടുത്തിക്കുന്നുണ്ട്. അതിൽ നാം കാണുകയാണെങ്കിൽ അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ടായിരുന്നെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ബൈബിൾ പറയുകയാണ്, അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും അവർ തമ്മിൽ ചേരുകയില്ല. അവരവരുടെ പരമാവധി ഈ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർക്കത് സാധിച്ചില്ല എന്ന് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം അതിന് ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അത് നിവൃത്തിയായെന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ ആലോചനയൊക്കെ നിവൃത്തിയാക്കുമെന്നാ പറഞ്ഞു. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതായ ഓരോ വാക്കും അത് നിവൃത്തിയാകാതെ തിരികെ വരികയില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറഞ്ഞിരിക്കുന്നതായ, മുൻകൂട്ടി കണ്ട് പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും അത് നിവൃത്തി പദത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 45 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് കണ്ട ദർശനത്തെ കുറിച്ചാണ്. 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം അദ്ദേഹം മറന്നുപോയി. അതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള സകല വിദ്വാൻമാരെയും ആവിചാരകന്മാരെയും മന്ത്രവാദികളെയും ശകുനവാദികളെയും രാജാവ് കൊട്ടാരത്തിൽ വിളിച്ച് രാജാവ് കണ്ടതായ സ്വപ്നത്തിൻ്റെ അർത്ഥം, സ്വപ്നവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുക്കണമെന്ന് രാജാവ് പറയുകയാണ്. വളരെ കഷ്ടമായിട്ടുള്ള ശോചനീയമായിട്ടുള്ള ഒരവസ്ഥയാണ്. എന്നാൽ ഈ ആഭിചാരകന്മാരെ കുറിച്ചോ ശകുനവാദികളെ കുറിച്ചോ മന്ത്രവാദികളെ കുറിച്ചോ വിദ്വാൻമാരെ കുറിച്ചോ നാം പഠിക്കുമ്പോൾ അവരുടെ ഒരു വാദമുണ്ടായിരുന്നു. അവർക്ക് ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി പറയുവാൻ കഴിയും. അതുകൊണ്ടാണ് രാജാവ് ഇവരെ രാജകാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുവാൻ തക്കോണം ഇവരെ വിളിച്ചപ്പോൾ ഇവർക്കത് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ കൊടുത്തതായ രാജാവിനത് വെളിപ്പെടുത്തി കൊടുക്കുന്നതായ ഭാഗങ്ങളാണ് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 45 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് വിശ്വാസികളെ സംബന്ധിച്ച് ഇത് വളരെ വ്യക്തമായിട്ടും അതുപോലെ അരിച്ച് കലക്കി പഠിക്കുന്നതായ ഒരു ഭാഗമാണ് ഈ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം മുഴുവനും. അതുപോലെ ഒരു വേദ വിദ്യാർത്ഥിയെ സംബന്ധിച്ച്
ഈ ഒരു ഭാഗം അവൻ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വാക്യങ്ങളാണ്, അല്ലെങ്കിൽ വേദഭാഗങ്ങളാണ്. കാരണം വേഗം വരുന്നവനായ യേശുവിൻ്റെ വരവിന് കുറിച്ച് പ്രവചിക്കുന്നതായ ഒരു ഭാഗം, മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നതായ ഭാഗം, ആ കാലം വരെ സംഭവിക്കുന്നതായ ആ കാര്യങ്ങളെക്കുറിച്ച് അവിടെ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളത് വ്യക്തമായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നാം ജീവിക്കുന്നത് കർത്താവ് വാതിൽക്കൽ തന്നെയായിരിക്കുന്നതായ നാഴികയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് വലിപ്പമേറിയതായ ഒരു ബിംബത്തെ ദർശിക്കുന്നു, സ്വപ്നം കാണും. ആ ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടായിരുന്നു, നെഞ്ചും കൈയും പൊന്നുകൊണ്ടുള്ളതായിരുന്നു, വയറും അരയും താമ്രം കൊണ്ട് ഉള്ളതായിരുന്നു, തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണും കൊണ്ടുള്ളതായിരുന്നു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഉറങ്ങുന്നതായ സമയത്ത് ഇതുപോലുള്ളതായ ഒരു ദർശനം കാണുകയാണ്. ചിലപ്പോൾ അത് നമുക്ക് ഭീതി പരത്തുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് രാത്രിയിൽ നാം കിടന്നു ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ബിംബം നമ്മുടെ മുമ്പിൽ പ്രത്യേക രീതിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ തീർച്ചയായും ഭയമുളവാക്കുന്ന ഒന്നാണ്. അതൊരു ഭയങ്കര കാഴ്ചയാണ്. അപ്പം നെബൂഖദ്നേസർ രാജാവ് ഇത് കണ്ടപ്പോൾ ഭയന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നെബൂഖദ്നേസർ രാജാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ല് ഈ കാൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായ ഭാഗത്ത് ഇടിച്ച് ആ ബിംബത്തെ പൂർണ്ണമായി തകർത്ത് ആ ബിംബത്തെ ഇടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി മാറുന്നതാണ് നെബൂഖദ്നേസർ രാജാവ് കണ്ടത്. തീർച്ചയായും നെബൂഖദ്നേസർ രാജാവ് ഭയന്നുപോയി. സത്യത്തിൽ ദൈവം ലോക ചരിത്രത്തെ ഒന്ന് എത്തി നോക്കുവാൻ തക്കവണ്ണം നെബൂഖദ്നേസർ രാജാവിന് ദൈവം ഒരു അവസരം കൊടുത്തു. കാരണം നെബൂഖദ്നേസർ രാജാവ് ചിന്തിച്ചത്, എന്നേക്കാൾ മഹാനായിട്ട് വേറെ ആരും ഇല്ല എന്നുള്ള ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പണിതതായ മഹതിയാം ബാബിലോണ് എന്ത് സംഭവിക്കും എന്ന് പള്ളിമെത്തയിൽ കിടന്നുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ചിന്തിക്കുന്നത്. ആ ചിന്തയാണ് ചരിത്രത്തിലേക്ക് ഒന്നെത്തി നോക്കുവാൻ ദൈവം നെബൂഖദ്നേസർ രാജാവിനെ അനുവദിച്ചത്. കാരണം ഈ ലോകം അവസാനിക്കും, ദൈവത്തിൻ്റെ രാജ്യമോ എന്നും എന്നും നിലനിൽക്കും. ദൈവം ഒരുത്തനെ താഴ്ത്തുകയും ഒരുത്തനെ ഉയർത്തുകയും ചെയ്യും. സകലത്തിനും ദൈവമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്ന് നെബൂഖദ്നേസർ രാജാവും മനസ്സിലാക്കണം. നെബൂഖദ്നേസർ രാജാവ് പണിതുയർത്തിയതായ ഈ കൊട്ടാരം നശിച്ചു പോകും എന്ന് ദൈവം നെബൂഖദ്നേസർ രാജാവിനെ കാണിക്കുകയാണ്. 44-ാം വാക്യം വായിക്കുമ്പോൾ, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്മൾ ഇന്ന് ജീവിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബത്തിൻ്റെ അവസാന ഭാഗത്താണ്. ഇരുമ്പും കളിമണ്ണും ചേരാതിരിക്കുന്നതായ റോമ സാമ്രാജ്യം 10 വിഭജിക്കപ്പെട്ട ആ കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം പറയുകയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നിത്യ രാജ്യത്വം സ്ഥാപിക്കുമെന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എന്ന് പറയുകയാണ്. അതിനർത്ഥം ഈ രാജാക്കന്മാരുടെ കാലത്ത് ലോകത്തിന് അവസാനം വരും, ലോകം അവസാനിക്കും, വരുവാനുള്ളവൻ വരും,
തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രതിപാദിക്കുകയാണ്. കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് കർത്താവായ യേശുവിൻ്റെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം സ്ഥാപിക്കുന്ന ഈ രാജ്യത്വം വിശുദ്ധന്മാർക്ക് ദൈവം കൊടുക്കും. ആരാണ് വിശുദ്ധനെന്ന് ചോദിച്ചാൽ ദൈവകൽപ്പന അനുസരിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യവും ഉള്ളവരായി ജീവിക്കുന്നവരാണ്. യേശുവിൻ്റെ വിശ്വാസമുള്ളവരായി ജീവിക്കുന്നവരെയാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ ആരാണ് നീതിമാൻ അല്ലെങ്കിൽ വിശുദ്ധൻ ആരാണ് എന്ന് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ അവിടെ ദൈവ കൽപ്പന അനുസരിക്കുന്നവർ, ദൈവത്തിൻ്റെ നീതി ഹൃദയത്തിലുള്ളവർ, അവരാണ് വിശുദ്ധന്മാരെന്ന് നമുക്ക് കാണുവാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ ന്യായപ്രമാണം കേൾക്കുന്നവരല്ല ദൈവസന്നിധിയിൽ നീതിമാന്മാർ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ് നീതിമാന്മാർ, തന്നെ നീതീകരിക്കുന്നവരാണ് വിശുദ്ധന്മാരെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരെ ചേർക്കുവാനാണ് ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആയതിനാൽ പ്രിയമുള്ള ദൈവമക്കളെ, ദൈവകൽപ്പന അനുസരിക്കുന്നവരും യേശുവിൽ വിശ്വാസമുള്ളവരായി നാം ജീവിക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കും. കഷ്ടകാലങ്ങളിൽ ദൈവം അവർക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു വരാം. പ്രതിമയെ നമസ്കരിക്കുന്നു. 2-ാമത്തെ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, നെബൂഖദ്നേസർ രാജാവ് രാത്രിയിൽ പള്ളിമെത്തയിൽ കിടന്നുകൊണ്ട് താൻ ഉണ്ടാക്കിയതായി മഹതിയാം ബാബിലോൺ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചപ്പോൾ ദൈവം നെബൂഖദ്നേസർ രാജാവിന് ഭാവിയിലേക്ക് എത്തി നോക്കുവാനായിട്ട് ഒരു അവസരം കൊടുത്തു. അത് വ്യാഖ്യാനിച്ച് ദാനിയേലിന്റെ ദൈവം സത്യദൈവമാണ് എന്ന് മനസ്സിലാക്കിയ നെബൂഖദ്നേസർ രാജാവ് ഒരു ദൈവഭക്തനായി തീർന്നു. എങ്കിലും അധികം കാലം നീണ്ടു നിന്നില്ല. നാം 3-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അധികം സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ നെബൂഖദ്നേസർ രാജാവ് തങ്കം കൊണ്ടൊരു വലിയ വിഗ്രഹം ഉണ്ടാക്കി എന്ന് നമുക്ക് കാണാൻ കഴിയും. തങ്കം കൊണ്ടൊരു വലിയ ബിംബം ഉണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവുമായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദുരസമഭൂമിയിൽ നിർത്തി. നോക്കുക, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കി, സത്യദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി ഒരല്പം കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ മട്ടങ്ങ് മാറി, ഭാവം മാറി, സ്വഭാവം മാറി. അവൻ ദൈവത്തെ മറന്നുപോയി. നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ ബിംബമുണ്ടാക്കി. അതിന് ഇവിടെ പറയുന്നത് 60 മുഴം വണ്ണം അല്ല, അതിൻ്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും, 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു എന്നാണ്. നെബൂഖദ്നേസർ രാജാവ് ഇത്ര വലിയ ഒരു ബിംബത്തെ ഉണ്ടാക്കിയപ്പോൾ അവിടെയുള്ള ദേശത്തുള്ള സകലരെയും ഈ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തി. എന്തിനവരെ ക്ഷണിച്ചുവെന്നോ എന്തിനവരെ വിളിച്ചുവെന്നോ അവർക്കറിയത്തില്ല. പക്ഷേ അവർക്ക് ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വിളിച്ചുവെന്ന് മാത്രമേ അവർക്കറിയത്തുള്ളൂ.
നെബൂഖദ്നേസർ രാജാവിൻ്റെ ഹൃദയത്തിലുള്ളതായ ഉദ്ദേശം എന്തായിരുന്നുവെന്ന് അവർക്കാരും ആരുടെയും ഹൃദയത്തിൽ തോന്നിയതുമില്ല. അവരെല്ലാവരും ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കടന്നു വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2-ാം വാക്യം വായിക്കുമ്പോൾ, നെബൂഖദ്നേസർ രാജാവ് പ്രധാന ദേശാധിപന്മാരും സ്ഥാനാപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടുവാൻ ആളയച്ചു. അങ്ങനെ പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതിമാരും ദേശാധിപന്മാരും ന്യായാധിപന്മാരും ഭണ്ഡാര വിചാരകന്മാരും മന്ത്രിമാരും നഗരാധിപന്മാരും സകല സംസ്ഥാന പാലകന്മാരും നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വന്നുകൂടി. നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തിൻ്റെ മുമ്പാകെ നിന്നു. അവരെല്ലാവരും ഈ ബിംബത്തിൻ്റെ മുമ്പാകെ കടന്നു വന്നു. നമുക്കറിയാം, ഒരു പുതിയ കട തുറക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചവരെല്ലാം കടയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ ഇവിടെ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി സകലരും വന്ന് കൂടിയിരിക്കുകയാണ്. ആ ബിംബത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. രാജാവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അവർക്കറിയത്തില്ല. പക്ഷെ പ്രതിഷ്ഠയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. പെട്ടെന്നാണ് രാജാവിൻ്റെ ഉദ്ദേശം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ഘോഷകൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വംശങ്ങളും ജാതികളും ഭാഷക്കാരുമായുള്ളവരെ, നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്തെന്നാൽ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. അപ്പോൾ നോക്കിക്കോണേ, പെട്ടെന്നാണ് ആ പ്രതിഷ്ഠ വേറെ ഒരു രീതിയായി മാറിയത്. ബിംബത്തെ ആരാധിക്കുവാൻ തക്കമുള്ള ഒരു വിളിയായി തീർന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവ് ഇപ്പോൾ പൈശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടതുപോലെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെല്ലാ സമയത്തും ഉണർവുള്ളവരായിരിക്കണം, നിർമ്മതരായിരിക്കണം. കാരണം എപ്പോഴാണ് നമ്മുടെ പ്രതിയോഗിയായ പിശാച് നമ്മുടെ അടുത്ത് വന്നുകൂടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാം നിലനിൽക്കുന്നു എന്ന് തോന്നുമെങ്കിൽ വീഴാതിരിപ്പാൻ നാം സൂക്ഷിച്ചു കൊള്ളണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നമ്മെ തന്നെ അനുദിനം പരിശോധിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. കാരണം നമ്മൾ ആരും നീതിമാന്മാരല്ല, പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മാനവനും പാപത്തിനായുള്ള പ്രേരണ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ പ്രേരണയെ നാം അതിജീവിക്കണം. കായീനോട് ദൈവം പറഞ്ഞു, നിന്റെ ഹൃദയ കവാടത്തിൽ പൈശാചികൻ നിൽപ്പുണ്ട്, അവനെ നീ എന്ത് ചെയ്യണം, ജയിക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നാം ഈ പാപം നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ പാപപരമായ പലവിധമായ പ്രലോഭനങ്ങൾ നാം നേരിടും. ആ പ്രലോഭനത്തെ നാം അതിജീവിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ നമുക്ക് ലഭ്യമായി തീരുകയുള്ളൂ. ദൈവം പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ വാടാത്ത കിരീടം കൊടുക്കും എന്ന് ദൈവം പറയുന്നതിന് കാരണം ഇതാണ്. നാം ജയിക്കേണ്ടവരാണ്. നാം സ്വയമായ ശക്തിയിൽ നമുക്ക് ജയിക്കുവാൻ കഴിയില്ല. ദൈവത്തിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായും നമുക്ക് വിജയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാഹളം, കുഴൽ, തമ്പരു, കിന്നരം, വീണ മുതലായ സകലവിധ വാദ്യനാദവും കേട്ടപ്പോൾ സകലരും ബിംബത്തെ നമസ്കരിച്ചു എന്നാണ് നാം കാണാൻ കഴിയും. കാരണം അവർ നമസ്കരിച്ചില്ല എങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് നശിപ്പിച്ചു കളയും. നമുക്കറിയാം എരിയുന്ന തീച്ചൂളയുടെ പ്രത്യേകത.
ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ആ തീനാളത്തിൽ നമ്മുടെ വിരൽ പതുക്കെ ഒന്ന് സ്പർശിച്ചു നോക്കണം. നമ്മൾ ആ കൊണ്ടുപോകുന്ന പോലെ തന്നെ തിരിച്ചൊറ്റ വലിക്കും. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റിഫ്ലക്സ് ആക്ഷൻ പെട്ടെന്ന് നമുക്കുണ്ടാകും. എന്നാൽ എരിയുന്ന തീച്ചൂളയിൽ ഇടുമ്പോൾ നമുക്ക് ഈ റിഫ്ലക്സ് ആക്ഷൻ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ബലത്തിൽ പിടിച്ച് തീയിലോട്ട് ഇടുമ്പോൾ അവിടെ കിടന്ന് എല്ലാ രീതിയിലും നമ്മൾ തുള്ളിച്ചാടും. ഏതൊക്കെ കാട്ടായും നമുക്ക് അവിടെ കാണിക്കാം, അതെല്ലാം നമ്മൾ കാണിക്കും. ഈ തീച്ചുകുളയിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ശരീരത്ത് ഒരു പ്രത്യേക രീതിയുണ്ട്, പ്രതികരണശേഷി അല്ലെങ്കിൽ ഈ റിഫ്ലക്സ് ആക്ഷൻ. നമ്മൾ കയ്യിൽ തീയിൽ എന്തെങ്കിലും സ്പർശിച്ചാൽ തിരിച്ചെടുക്കും എന്ന് പറയുന്നത്. തീയിൽ വീണ് കഴിഞ്ഞാൽ അന്നേരം അവിടെ കിടന്ന് ചാടും. അതിൻ്റെ എരിച്ചൽ നമ്മുടെ ശരീരത്തെ അനുഭവിക്കുമ്പോൾ അത് ഭയങ്കര നീറ്റലാണ്. നമ്മുടെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം നമുക്കത് എൻ്റെ ആ പെയിൻ അല്ലെങ്കിൽ ആ വേദന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ എരിയുന്ന തീച്ചൂളയിടുമ്പോൾ തീച്ചൂളയിൽ വെന്ത് വേകുന്നതായ അവസ്ഥ അത് ഭയങ്കരം തന്നെയാണ്. അത് വേറൊരു അനുഭവമാണ്. മരണത്തോട് മല്ലടിക്കുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് വിവരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അതിൻ്റെ അനുഭവം എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് ഭയന്ന് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ വിഗ്രഹത്തെ നമസ്കരിക്കുകയാണ്. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചില യഹൂദന്മാർ നമസ്കരിച്ചില്ല എന്നാണ്. ഉടനെ തന്നെ കൽദയർ വന്ന് രാജാവിനെ ഈ കാര്യം ബോധിപ്പിച്ചു. രാജാവ് ശദ്രക്ക്, മേശക്ക്, അബദ്നോഗയെ വിളിച്ചു. നമുക്കറിയാം ഇവരെ എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവർ യഹൂദരാണ്. അവര് ദൈവത്തിൻ്റെ മുമ്പാകെ അല്ലാതെ അവരെ തല വണക്കുകയില്ല. അതാണ് അവരുടെ പ്രത്യേകത. കാരണം അവർ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരാണ്. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്ന് ദൈവം അവരെ അവരോട് കൽപ്പിച്ചിരുന്നു. ആ കൽപ്പന പ്രകാരം അവർ ദൈവത്തെ മാത്രമേ ഭയക്കത്തുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവ ഭയമുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ 3 പേരെ നെബൂഖദ്നേസർ രാജാവ് വിളിച്ചു ചോദിക്കുകയാണ്, ഞാൻ കേട്ടത് ശരിയാണോ? രാജാവിനോട് അവർ മറുപടി പറഞ്ഞു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. വളരെ വ്യക്തമായിട്ടും വളരെ ധൈര്യത്തോടുകൂടെ അവർ ഉത്തരം പറയുകയാണ്. കാരണം അവർക്കറിയാം അവരുടെ ദൈവം വിചാരിച്ചാൽ എരിയുന്ന തീയല്ല, കാട്ടുപോത്തിൻ്റെ കൊമ്പുകളല്ല, സമുദ്രം ആക്രമിച്ചാലും അവരെ വിടുവിക്കുവാൻ ദൈവം സമർത്ഥനാണ്. യെശയ്യാ പ്രവചനം പറയുന്നത്, നീ അഗ്നിയിൽ കൂടെ കടക്കുമ്പോൾ നീ വെന്തു പോകയില്ല, നീ നദിയിലൂടെ കടക്കുമ്പോൾ അവ നിന്മേൽ കവിയുകയില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം തങ്കലാശ്രയം വെക്കുന്ന ഓരോ പൈതലിന്മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്ന് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ജീവിക്കുമ്പോൾ ഏതൊരു ആപത്ത് വന്നാലും ദൈവം അവിടെ സമീപസ്ഥനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സർവശക്തനായവൻ്റെ കണ്ണ്
ഭൂമിയിലെല്ലാവരും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കമുള്ളവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ ഒരു പറയുകയാണ്, രാജാവ് ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല, രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയുമില്ല എന്ന് പറയുകയാണ്. കാരണം രാജാവിന് എല്ലാ കാര്യവും വളരെ വ്യക്തമാണ്. 2-ാമത്തെ അധ്യായത്തിലൂടെ തന്നെ മനസ്സിലാക്കിയതാണ് അവരുടെ ദൈവം ആരാണെന്ന്. ഇവിടെ രാജാവ് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്ന ദേവൻ ആരെന്നാണ് ചോദിച്ചത്. അതിന് മറുപടിയാണ് അവിടെ കിട്ടിയത്. രാജാവിന് ഈ മറുപടി കേട്ടപ്പോൾ അവരോട് വളരെയേറെ ദേഷ്യം തോന്നിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 19-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ നെബൂഖദ്നേസറിന് കോപം മുഴുത്തു, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പാൻ അവൻ കൽപ്പിച്ചു. അപ്പോൾ സാധാരണ ചൂടല്ല, 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചു. രാജാവിൻ്റെ ബലവാന്മാരായിട്ടുള്ള മല്ലന്മാരെ കൊണ്ട് അവരെ ബന്ധിപ്പിച്ച് എരിയുന്ന തീച്ചുളയിലേക്ക് എറിയുകയാണ്. അവരെ ചുമന്നുകൊണ്ടുപോയതായ ഈ ബലവാന്മാരായിട്ടുള്ള മല്ലന്മാര് ഈ തീയുടെ ആധിക്യം മൂലം വെന്തു മരിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവർ 3 പേരും ബന്ധിക്കപ്പെട്ടവരായി ഈ തീച്ചുളയിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് നെബൂഖദ്നേസർ രാജാവ് ചാടി എഴുന്നേറ്റു. കാരണം നെബൂഖദ്നേസർ രാജാവ് വിചാരിച്ചതുപോലെയല്ല. അവർ തീയിലൂടെ ഡാൻസ് കളിക്കുന്നത് കണ്ടില്ല, തുള്ളിച്ചാടുന്നത് കണ്ടില്ല. മറിച്ച് അവർ തീയിലൂടെ അങ്ങോട്ടും നടക്കുന്നതായിട്ട് നമുക്ക് കാണുക. അവിടെ 4-മതൊരു വ്യക്തിയെ കൂടെ രാജാവ് കാണും. അവൻ്റെ മുഖം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനോട് ഒത്തിരിക്കുന്നുവെന്ന് നെബൂഖദ്നേസർ രാജാവ് കാണും. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഏത് കഷ്ടതയിലായിരുന്നാലും ഏത് പ്രതികൂലത്തിലായിരുന്നാലും ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ട്. നമ്മൾ അറിഞ്ഞുകൂടാതെ വണ്ണം നമ്മെ നടത്തുന്നതായ ആ വല്ലഭൻ്റെ കൈ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. മറിച്ച് നാം ദൈവത്തിന് വേണ്ടി ഏത് കഷ്ടപ്പാടിലൂടെ നാം ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അനുഗമിപ്പാൻ, സത്യത്തെ അനുഗമിപ്പാൻ മനസ്സ് വെച്ച എല്ലാവർക്കും കഷ്ടതയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ അവർ കഷ്ടതയുടെ നടുവിലായിരുന്നു. അവർ മരണത്തെ അഭിമുഖീകരിച്ചു. പക്ഷേ അവർ ആ മരണത്തെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ വിഗ്രഹത്തെ സേവിക്കുകയില്ല, ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല എന്ന് അവർ തറപ്പിച്ചു പറയുകയാണ്. നാമും അവരെ പോലെ ആയിരിക്കണം. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ തകർത്ത് കളയരുത്. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസത്തെ തകർക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് നാം ഉറച്ചു നിൽക്കണം. നാം അങ്ങനെ വിശ്വസ്തരായിരുന്നാൽ കർത്താവ് വരുമ്പോൾ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിശ്വസ്തനാക്കും എന്നുള്ളതായ ആ വാക്ക് കേൾക്കുവാൻ നമുക്ക് സാധിക്കും. മറിച്ച് നാം മറക്കുന്നവരാണ് എങ്കിൽ നീ അത്യല്പത്തിൽ നീതികെട്ടവനായിരുന്നു, അധികത്തിലും നീതികെട്ടവനായി തീരും എന്നുള്ളത് നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. ചൊവ്വാഴ്ച പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ നാം കണ്ടു, ശദ്രക്കും മേശക്കും അബേദ്നെഗോയും കടന്നുപോയതായ പ്രതിസന്ധി. അതെഴുതി വെച്ചതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, അന്ത്യകാലഘട്ടത്തിലും ഇതുപോലുള്ളതായ ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നതായ നാഴിക കടന്നു വരും.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സത്യത്തിന് മനസ്സ് വെച്ച എല്ലാവർക്കും കഷ്ടതയുണ്ട്. കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടവരാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ ഇതുപോലുള്ളതായ ഒരു സാഹചര്യം അന്ത്യകാലഘട്ടത്തും ഉളവാകും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. 13-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രരും ദാസന്മാരുമായി എല്ലാവർക്കും കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. അപ്പോൾ അവിടെ വെളിപ്പാട് പുസ്തകം വീണ്ടും പറയുകയാണ്, അതുപോലൊരു സാഹചര്യം വീണ്ടും വരികയാണ്. മൃഗത്തിൻ്റെ ഒന്നാമത്തെ മൃഗത്തിന് പ്രതിമയുണ്ടാക്കുന്നതായ ഒരു സംഭവം, ആ പ്രതിമയെ നമസ്കരിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്യുന്ന വേറൊരു മൃഗത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുകയാണ്. അതിനെ നമസ്കരിച്ചില്ല എങ്കിൽ നമസ്കരിക്കാത്തവരെ പീഡിപ്പിക്കുവാനും കൊല്ലുവാനും ഉള്ളതായ അധികാരം പ്രവർത്തിക്കുന്നതായ ഒരു മൃഗം അന്ത്യകാലഘട്ടത്ത് ഉയർന്നു വരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉയർന്നു വരും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഉത്ബോധിപ്പിക്കുകയാണ്, ആകാശവും ഭൂമിയും നീരുറവയും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നുവെന്ന്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും നീരുറവയും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന അത്യുച്ചത് വിളിച്ചു പറയുന്നതായ ഒരു ദൂതന്റെ ശബ്ദം നമുക്കവിടെ കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ദൂതൻ വിളിച്ചു പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അന്ത്യകാലഘട്ടത്ത് ഇതുപോലുള്ള ദുർഘട സമയങ്ങൾ വരും. ആ സന്ദർഭത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള സാഹചര്യം ആവശ്യമാണെങ്കിൽ സത്യദൈവ നമസ്കാരികളായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നാം പഠിച്ച് നിശ്ചയമുള്ളവരായി പ്രാർത്ഥനയുള്ളവരായി നാം ജീവിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ട് എങ്കിലേ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കുവാൻ കഴിയൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നാം പ്രാപിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥനയുള്ളവരായി ജീവിച്ചുവെങ്കിൽ മാത്രമേ ഈ ശക്തിയെ ജയിക്കുവാൻ നമുക്ക് കഴിയുള്ളൂ. അന്ത്യകാലഘട്ടം വരുമ്പോൾ വിഗ്രഹാരാധന ഏറ്റവും അധികം വർദ്ധിക്കുന്നതായ ഒരു സന്ദർഭം, ദൈവത്തെ ആരാധിക്കുന്നവരുടെ ദേവാലയങ്ങൾ നശിപ്പിക്കുന്നതായ ഒരു സന്ദർഭം. കാരണം അങ്ങനെയുള്ള ദേവാലയങ്ങൾ നിലനിന്നാൽ അവിടെ വിശ്വാസം അറ്റുപോകും. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ദേവാലയങ്ങളെ തകർക്കുന്നതായ ഒരു സമയം സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്നും പലയിടത്തും നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ അവസാനം എന്താണെന്ന് അവരാരും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. റോമർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 25 വരെ നാം വായിക്കുമ്പോൾ, അവിടെ ദൈവത്തിൻ്റെ വചനം ഈ വണ്ണം പറയുന്നു: അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ ആദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്രതരായി തീർന്നു.
അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കിയിട്ട്, ജീവനുള്ള ദൈവത്തിൻ്റെ സത്യത്തെ ഗ്രഹിച്ചിട്ട് അതിൻവണ്ണം ജീവിച്ചില്ല എങ്കിൽ ദൈവം എന്ത് ചെയ്യും? നിഗളികളോടുകൂടെ തന്നെ വിടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർക്ക് രക്ഷപ്പെടുവാൻ മാർഗം ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പോഴവർ ചിലപ്പോഴെന്ത് ചെയ്യുന്നറിയാം? അവർ ചെയ്യുന്ന പ്രവൃത്തി വിജയിച്ചെന്ന് വരും. പക്ഷേ ദൈവത്തിൻ്റെ നാൾ വരുമ്പോൾ അവർ ദൈവത്തിൻ്റെ കോപം ഏറ്റുവാങ്ങേണ്ടതായി വരും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ദൂതൻ വിളിച്ചു പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം നാം വായിക്കുമ്പോൾ, സത്യ ദൈവത്തെ നമസ്കരിക്കുക, ആകാശവും ഭൂമിയും നീരുറവയും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുക എന്ന് വിളിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഈ ലോകത്തിലുള്ള സകലരും ദൈവത്തിൻ്റെ മനുഷ്യരാണ്. ആ മനുഷ്യൻ ദൈവ തേജസ്സില്ലാത്തവരായി ജീവിക്കുന്നു. ദൈവം അവരെ വീണ്ടും ദൈവ തേജസ്സിലേക്ക് വിളിക്കുകയാണ്. അവരെ പാപജീവിതത്തിൽ നിന്ന് വിട്ട് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ സത്യം മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരുവാൻ തക്കവണ്ണം ദൈവം അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. യെശയ്യാപ്രവചനത്തിൽ നാം കാണുന്നത്, സകല ഭൂസിമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവിനെന്നാണ്. കർത്താവിലൂടെയല്ലാതെ വേറൊരു മാർഗവുമില്ല. കാരണം ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവ് ദൈവമാണ്. നമ്മെ സൃഷ്ടിച്ചവന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സത്യദൈവത്തെ നമസ്കരിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ആദിമ സഭയിലെ പീഡനം എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദിമ സഭയിലെ പീഡനം തിരുവചനം പഠിക്കുമ്പോൾ, പഴയ നിയമവും പുതിയ നിയമവും എന്ന് പഠിക്കുമ്പോൾ, ആദിമകാല സത്യത്തിന് വേണ്ടി നിന്നതായ ദൈവമക്കൾക്ക് നല്ല സുഖമായിട്ടുള്ള ജീവിതമായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. മുൻകാലത്തും വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. അതുപോലെ സത്യദൈവത്തെക്കുറിച്ചുള്ളതായ അറിവും ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ സത്യദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അന്ന് വിഗ്രഹാരാധനക്കാർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും അതുപോലുള്ളതായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാല സംഭവങ്ങൾ, ദൈവജനത്തിന് സംഭവിക്കുന്നതായ കാര്യങ്ങൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 17 വരെ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അപ്പോസ്തലപ്രവൃത്തി 12-1 മുതൽ നാം വായിക്കുമ്പോൾ, ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടുകൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. ഹെരോദ രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ പിടിച്ചു വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ യഹൂദന്മാർക്ക് പ്രസാദം തോന്നി എന്ന് കണ്ടപ്പോൾ പത്രോസിനെ കൂടെ പിടിച്ചു. കുറ്റമുണ്ടായിട്ടൊന്നുമായിരുന്നില്ല, പക്ഷേ അത് പ്രസാദകരമാണ്, യഹൂദന്മാർക്ക് പ്രസാദകരമാണ് എന്ന് കണ്ടിട്ട് പത്രോസിനെ കൂടെ പിടിച്ച് കൊല്ലുവാൻ ഭാവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ സഭ പത്രോസിന് വേണ്ടി ഒത്തൊരുമയോടുകൂടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 12-ാം അധ്യായം 5-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും.
സഭ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നാം ഏക മനസ്സോടുകൂടെ ഒരു പ്രശ്നത്തിന് വേണ്ടി, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്തോട് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. നാം ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തോട് ഒരേ ഹൃദയത്തോടെ യാചിക്കുന്ന പക്ഷം തീർച്ചയായും ദൈവം അതിന് മറുപടി നൽകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ നമുക്കറിയാം, പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്, അമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. അനങ്ങാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിൽ, ഇറങ്ങി ഓടാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിൽ, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അമത്തിലിട്ട് പൂട്ടിയത് മാത്രമല്ല, ചുറ്റും കാവൽ നിർത്തിയിരിക്കുകയാണ്, കാവൽക്കാരെ നിർത്തിയിരിക്കുകയാണ്. ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതും 2-3 കഥകളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 2 കാവലുണ്ട്. നമുക്ക് വായിക്കാം. 6-ാം വാക്യം വായിക്കുമ്പോൾ, ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരികയെന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താനൊരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തതും കടന്ന് പട്ടണത്തിൻ്റെ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കിടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ട് പോയി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തോട് നാം ഒരേ മനസ്സോടുകൂടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ വിട്ട് നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സഭയെ ഏകസ്വരത്തോടുകൂടെ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തൻ്റെ ദൂതനെ വിട്ടു. പത്രോസ് ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി ഉണർത്തി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കയ്യിലെ ചങ്ങലകൾ അറ്റുപോയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മാത്രമല്ല, അവർ 1-ാം കാവലും 2-ാം കാവലും കടന്ന് നഗരത്തിലേക്കുള്ളതായ ആ വലിയ കവാടത്തിലെത്തി. ആ കവാടം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അല്ലെങ്കിൽ ഇരുമ്പ് കവാടമാണ്, അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? തുറന്നു കൊടുത്തു. അവർ തുറക്കേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർക്കുണ്ടായിരുന്നില്ല. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെയും ഒരു ബന്ധനത്തിലുമാക്കുവാൻ സാധിക്കില്ല. ദൈവം അറിയാതെ ഒരു മുടി പോലും നമ്മുടെ തലയിൽ നിന്ന് വീഴുകയില്ല. സകലവും ദൈവം അറിയുന്നു. ദൈവം നമ്മെ നടത്തുന്നവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ദൈവ പൈതലിനെ അമത്തിലിട്ട് പൂട്ടിയാലും, കിണറ്റിൽ ഇട്ട് അടച്ച് മുദ്ര വെച്ചാലും അവയെല്ലാം തകർത്തുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ കഷ്ടത നാം നേരിടുമ്പോൾ, പ്രതികൂലം നാം നേരിടുമ്പോൾ, പ്രാർത്ഥന വിശ്വസ്തയോടുകൂടെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന ഉള്ളവരായി നാം ജീവിക്കണം. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന ഏറെ ഫലം ഉളവാക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെയുള്ള പ്രാർത്ഥന ഏറെ ഫലം ചെയ്യും. നാം നീതിയുള്ളവരാണോ? ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരാണോ? യേശുവിൽ വിശ്വാസമുള്ളവരാണോ? എങ്കിൽ
നമുക്ക് നീതിമാന്മാരുടെ പട്ടികയിലായി തീരുവാൻ സാധിക്കും. നീതിമാന്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരായി, ദൈവത്തിൻ്റെ ന്യായ പ്രമാണമുള്ള ദൈവത്തിൻ്റെ ജനമായി, നീതി അനുഷ്ഠിക്കുന്നവരായി നാം ജീവിക്കുക. ആദിമ സഭയിൽ പീഡനമുണ്ടായിരുന്നു. ആ പീഡന സമയത്ത് ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പത്രോസിനോട് ദൈവം അവൻ മരിക്കേണ്ടതായ വിധം എല്ലാം പറഞ്ഞു. അതിനുശേഷമാണ് നീ എന്നെ അനുഗമിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന വിധം മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശുവിനെ അനുഗമിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിൽ നിന്ന് നമ്മളെയും വിളിക്കുകയാണ്. നാം കർത്താവിന് വേണ്ടി മരിക്കേണ്ടവരാണ്, കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി ഒരു നല്ല ഭാവിയെ നിശ്ചയിക്കുന്നു. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെയും നിങ്ങളെയും സമർപ്പിക്കുമോ എന്ന് നാം ചിന്തിക്കുക. അപ്പോസ്തലനായ പത്രോസ് ചെയ്തതുപോലെ കർത്താവായ യേശുവിനെ നമുക്ക് കർത്താവായ യേശുവിനെ അനുഗമിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. നമുക്ക് വ്യാഴത്തെ പാഠത്തിലേക്ക് കടന്നു വരാം. മൃഗത്തിൻ്റെ അടയാളം. നമുക്ക് മൃഗത്തിൻ്റെ അടയാളം എന്താണ്? മൃഗത്തിൻ്റെ മുദ്ര എന്താണ്? ഇവിടെ വെളിപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ മൃഗത്തിന് ഒരു പ്രതിമ ഉണ്ടാക്കി എന്ന് പറയുന്നു. പ്രതിമ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രത്യേകമായി നമ്മളിവിടെ കേന്ദ്ര വിഷയം ആരാധന എന്ന വിഷയമാണ്. മൃഗത്തെ ആരാധിക്കുവാൻ തക്കോണമുള്ളതായ രീതി, സത്യദൈവത്തെ ആരാധിക്കുന്നതായ രീതി രണ്ടും വേറെയാണ്. ദൈവം ആകാശവും ഭൂമിയും നീരുറവൊക്കെ ഉണ്ടാക്കിയ ശേഷം ദൈവം പറഞ്ഞു, നീ എൻ്റെ വിശുദ്ധ ശബത്ത് അനുസരിക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെ എന്ന് വായിക്കുമ്പോൾ ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂലപദം നമുക്ക് നോക്കുമ്പോൾ കൊഡേഷ് എന്നതായ വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. ഈ കൊഡേഷ് എന്ന വാക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേണ്ടി വിശുദ്ധീകരിച്ച് വേർതിരിച്ചതായ ഒരു ദിവസം. ദൈവമുണ്ടാക്കിയ സകല മനുഷ്യനും ദൈവത്തെ ആരാധിപ്പാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ആരാധിക്കുവാൻ തക്കവണ്ണം മറ്റുള്ള ദിവസത്തിൽ നിന്ന് വേർതിരിച്ചതായ ഒരു ദിവസമാണ്, ദൈവം വിശുദ്ധീകരിച്ച് വേർതിരിച്ച ഒരു ദിവസമാണ് ഈ വിശുദ്ധ ശബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധന ദിവസം വിശുദ്ധ ശബത്താണെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള ദിവസമാണ് മൃഗത്തിൻ്റെ അടയാളം. ശബത്ത് ദൈവത്തിൻ്റെ അടയാളമാണ്. എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ അവരെ വിശുദ്ധീകരിക്കുന്ന യഹോവ എന്ന് അവർ അറിയേണ്ടതിന് എനിക്കും അവർക്കുമിടയിൽ അടയാളമായിരിക്കാൻ തക്കവണ്ണം എൻ്റെ ശബത്തുകളെയും ഞാൻ അവർക്ക് കൊടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദൈവത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് വിശുദ്ധ ശബത്താണ്. അപ്പോൾ അതിനെതിരെ ഉള്ളതായ അടയാളമാണ് മൃഗത്തിൻ്റെ അടയാളം. അത് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ അത് മൃഗത്തിൻ്റെ അടയാളമാണ് ഞായറാഴ്ച ആചാരം എന്ന ഞായറാഴ്ച ആചാരമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2000-ൽ ദേശീയ ഞായറാഴ്ച ആചാരം പ്രഖ്യാപിക്കുവാൻ തക്കവണ്ണം ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് സുപ്രീം കോടതി തടഞ്ഞുവെന്ന് പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. 1985-ലും അതുപോലെ ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം സുപ്രീം കോടതി തടഞ്ഞു വെച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷെ തുടർന്നും ഇതുപോലുള്ളതായ സാഹചര്യം വീണ്ടും ഉടലെടുക്കും. ഇന്ന് നമുക്കത് കാണും. ഇന്ന് നമ്മൾ പൊതുവെ ഞായറാഴ്ച വർക്കിംഗ് ഡേയ്സ് അല്ല, പ്രവൃത്തി ദിനമല്ല എന്ന്, ഞായറാഴ്ച പ്രവൃത്തി ദിനമല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ശനിയാഴ്ച പ്രവൃത്തി ദിനമായിട്ട് ഇന്ന് പ്രവർത്തിച്ചു പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ അന്ത്യകാലഘട്ടത്തിൽ
അന്ത്യകാലഘട്ടത്ത് ഒരു സമയം ഉത്ഭവിക്കും. ദേശം ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി തിരിയുന്നതായ ഒരു സമയം. അന്ന് ഈ കൽപ്പന അനുസരിക്കാത്തവരെ അവർ പീഡിപ്പിക്കുന്നതായ ഒരു സമയം വരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു ശബത്ത് എങ്ങനെ ആചരിക്കണമെന്ന് ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറയും. ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതമെന്ന് അവൻ പഠിപ്പിക്കൊണ്ട് അന്ന് രോഗസൗഖ്യം ചെയ്തുകൊണ്ടും യേശുവിനെ കൊന്നുകളയുവാൻ തക്കവണ്ണം യഹൂദന്മാർ തുനിഞ്ഞു. കാരണം അവർ മാനുഷിക കൽപ്പനകളെ അതിനോട് ദൈവിക കൽപ്പനയോട് ചേർത്തു ഇണക്കിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അന്ത്യകാലഘട്ടത്ത് ദൈവത്തിൻ്റെ കൽപ്പനയോട് മാനുഷിക കൽപ്പനകളെ ചേർത്തെടുക്കും. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ അവിടെ ചേർക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘികളായിട്ട് ലോകം തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ മൃഗത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ഞായറാഴ്ച ആചാരമാണ്. ദൈവത്തിൻ്റെ അടയാളം ശബത്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ പടത്തിലേക്ക് നമുക്ക് കടന്നു. എല്ലാ കാലത്തും സർവശക്തനായ ദൈവം തൻ്റെ വചനത്തോട് കൂറു പുലർത്തിയതായ ദൈവഭക്തരായ കഷ്ടപ്പെടുന്നതായ ദൈവജനത്തോടു കൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ത്യകാലഘട്ടത്തിൽ നാം നേരിടുന്നതായ എല്ലാ പ്രതികൂലങ്ങളിലും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ ദൈവജനത്തിന്മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. എല്ലാ ദൈവജനത്തിന്മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. കഷ്ടതയുടെ നടുവിൽ ദൈവം അവരെ നടത്തും. ഇസ്രായേൽ മക്കളോട് കൂടെ ഉണ്ടായിരുന്നതുപോലെ, അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നതുപോലെ, ദൈവത്തിന് വേണ്ടി നിലനിന്നതായ ഓരോ ദൈവപൈതലിനോട് കൂടെ ദൈവം ഇരുന്നതുപോലെ ഈ അന്ത്യകാലഘട്ടത്തും ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഓരോ ദൈവമക്കളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാവും. ദൈവം അവരെ വഴി നടത്തും. നാം ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുക, ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, ദൈവകൽപ്പനയും യേശുവുള്ള വിശ്വാസമുള്ളവരായി നാം ജീവിക്കുക, ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണ അനുസരണത്തോടുകൂടെ അത് കാത്തു പാലിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അവൻ്റെ സത്യത്തിൽ തന്നെ നമ്മെ വഴി നടത്തട്ടെ. അവൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും നമ്മുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ അവിടുത്തെ കരങ്ങളാൽ അടിയങ്ങളെ താങ്ങി നടത്തിയല്ലോ ആ വലിയ ദയക്കായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠത്തിനൊത്തവണ്ണം അവിടുത്തെ ഹിതത്തിനൊത്തവണ്ണം ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വരവിൽ അങ്ങയുടെ വിശുദ്ധന്മാരുടെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തിയിരിക്കണം. അതിനായി ഒരുങ്ങുവാനും ഒരുക്കുവാനും അവിടെ ഞങ്ങളെ ശക്തിയിരിക്കണം. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. എല്ലാം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.